നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ക്രമക്കേടിൽ അന്വേഷണം. വിവാദമായ ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകളുടെ കൺസൾട്ടൻസി കരാറിൽ വീണ്ടും അന്വേഷണം. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കരാർ നൽകിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന്. പൊതുമരാമത്ത് വിജിലൻസിനാണ് അന്വേഷണ ചുമതല. ഹർജി തള്ളി ഹൈക്കോടതി. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ തള്ളി ഹൈക്കോടതി. റിവിഷൻ ഹർജി നൽകാൻ അവകാശം CBIക്ക് മാത്രം. കേസിൽ കക്ഷി ചേരാൻ മറ്റു വ്യക്തികൾക്ക് കഴിയില്ല. റിവിഷൻ ഹർജിയിൽ CBIക്ക് 2 മാസത്തെ സാവകാശം. ഹൈക്കോടതി നടപടി പിണറായിയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട്. സ്വകാര്യ വ്യക്തികൾ നൽകിയ അപ്പീലുകളിൽ അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന തരത്തിൽ വിവരങ്ങളില്ല. കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന അവകാശവാദങ്ങളും കോടതി പരിഗണിച്ചില്ല. ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് പിണറായി ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളുടെ നിയമസാധുത. ഈ ഘട്ടത്തിൽ കൂടുതൽ ഹർജികളും തെളിവുകളും പരിഗണിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷണം. ജയരാജന് കഷ്ടകാലം. കായിക മന്ത്രി EP ജയരാജനെതിരായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പരാതിയിൽ ആരോപിക്കുന്ന തരത്തിൽ മന്ത്രി അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നടന്നത് വിമാനയാത്ര സംബന്ധിച്ച ചില പരാമർശങ്ങളെന്നും വിശദീകരണം. UDF സർക്കാരിന്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകിയിരുന്നു. ഇത് ശരിയായ രീതിയിലല്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയെന്നും പിണറായി. അതേസമയം അഞ്ജുവിനോട് മാന്യമായ രീതിയിലാണ് പെരുമാറിയതെന്ന് ജയരാജൻ. തന്നെ സന്ദർശിച്ച ശേഷം വളരെ സന്തോഷത്തോടെയാണ് അഞ്ജു മടങ്ങിപ്പോയതെന്നും കായിക മന്ത്രി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കൂടിക്കാഴ്ചയ്ക്കിടെ മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. അതിനിടെ കായിക മന്ത്രിയുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രി ഇടപെട്ട് ഇത് തിരുത്തണമെന്നും ആവശ്യം. പിന്തുണ തേടി പിണറായി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമല്ലെന്ന് മുഖ്യമന്ത്രി. CAG റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം കടം 1,54,057 കോടി. പ്രതിസന്ധികൾ മറികടക്കാൻ ഭാവനാപൂർണമായ നടപടികൾ സ്വീകരിക്കും. ജനപിന്തുണ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും മറികടക്കാമെന്നും പിണറായി വിജയൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. അന്താരാഷ്ട്ര വിദഗ്ധ സമിതി ഡാമിന്റെ ബലക്ഷയം പരിശോധിക്കണം. കേരളത്തിന് ഒറ്റയ്ക്ക് അണക്കെട്ട് നിർമ്മിക്കാനാകില്ല. ഇതിന് തമിഴ്നാടിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹായം വേണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് സിവിൽ സർവീസ് കേഡറുകൾ രൂപീകരിക്കും. ഭരണ നടപടികൾ ഫലപ്രദമാക്കാൻ വികേന്ദ്രീകൃത സംവിധാനം നടപ്പിലാക്കും. അഴിമതിക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ പിണറായി വിജയൻ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,705 രൂപ. പവൻ 21,640 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.